സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചുള്ള തൻ്റെ പഠിപ്പിക്കലുകൾ ഉപസംഹരിച്ചുകൊണ്ട് യേശു പറഞ്ഞു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. മത്തായി 7:24 വാക്യം. ശക്തമായ കാറ്റ് വീശിയെങ്കിലും വീട് നിലനിന്നു. നേരെ മറിച്ച് കേട്ടനുസരിക്കാത്ത വ്യക്തി മണലിന്മേൽ വീട് പണിതു മനുഷ്യനോട് തുല്യനാകുന്നു. വാക്യം 26. ശക്തമായ കാറ്റ് വീശി കൊടുങ്കാറ്റിൻ്റെ തീവ്രതയിൽ വീട് തകർന്നു. യേശു തൻ്റെ ശ്രോതാക്കൾക്ക് 2 തിരഞ്ഞെടുപ്പുകൾ നൽകി. അവനോട് അനുസരണവും ഉറച്ച അടിത്തറയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീടുകളുടെ അസ്ഥിരമായ മണലിൽ നിങ്ങൾ ജീവിതം കെട്ടിപ്പടുക്കുക. നമുക്കും ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. നാം നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കെട്ടിപ്പടുക്കുമോ, അവൻ്റെ വാക്കുകൾ അനുസരിക്കുമോ, അതോ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ജീവിക്കുമോ? പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ക്രിസ്തുവിൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നത് നമുക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം യേശു ആയിരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് അനുഭവിച്ചത്? ഏതൊക്കെ മേഖലകളാണ് അവൻ നിങ്ങളെ കൂടുതൽ അനുസരണയിലേക്ക് ക്ഷണിക്കുന്നത്? പ്രാർത്ഥിക്കാം. യേശുവേ, ഓളങ്ങൾ ഉയരുകയും കാറ്റ് വീശുകയും ചെയ്യുമ്പോൾ ഞാൻ അങ്ങയുടെ കൃപയാൽ എന്നേക്കും സ്ഥിരപ്പെട്ടവനായി, അങ്ങിൽ വിശ്വസനായി നിലകൊള്ളുന്നതിനായി അങ്ങിൽ വസിപ്പാൻ എന്നെ സഹായിക്കണമേ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ. ധൂപത്തിന്റെ പുക വിശുദ്ധന്മാർ പ്രാർത്ഥന